എന്നാ പിന്നെ പുറപ്പെടാല്ലേ? മോള് കയറി വരുന്നത് സാധാരണ വീടാ മോളെ, പിന്നെന്തിനാ ഇങ്ങനെ കരയുന്നേ? അമ്മ വന്നില്ലല്ലോ, അതിന്റെ ഒരു... നാളെ അമ്മയും കുട്ടി അച്ഛൻ വീട്ടിലേക്ക് വരികയല്ലേ, പിന്നെന്താ? വന്ന് ജീപ്പ് കയറടാ. എന്താ സാർ കാര്യം? ഓ, അപ്പൊ കാര്യം അറിഞ്ഞാലും സാർമാർ കയറത്തുള്ളൂ. അങ്ങോട്ട് പോടാ. സാർ, ഒരു നല്ല കാര്യം നടക്കുന്ന ഈ സമയത്ത് തന്നെ പ്രതികളെ പൊക്കാൻ സമയവും കാലം നോക്കിയിട്ട് കാര്യമില്ല. യുവന്മാര് മുങ്ങിയാ പിന്നെ പൊങ്ങുന്നത് എവിടാന്ന് പറയാൻ പറ്റില്ല. എന്ത് കാരണത്താലാ ഈ അറസ്റ്റ്? വ്യക്തമാക്കാം. ശിവൻ എന്നൊരു ചെറുപ്പക്കാരനെ കാണാനില്ല. അവന്റെ അമ്മ പെറ്റീഷൻ എഴുതി ഏൽപ്പിച്ചിട്ടുണ്ട്. അവരുടെ മൊഴിയില് ശിവൻ ഇവന്മാരുടെ കസ്റ്റഡിയിലുണ്ടെന്ന് അറിയാൻ കഴിയും. പിന്നെ പിടികൂടാതെ നിവൃത്തിയില്ലല്ലോ. ഇവന്മാർക്ക് ശിവൻ എവിടെയാന്ന് അറിയാമെങ്കില് അത് പറയിച്ചിട്ട് ഞങ്ങളിങ്ങ് വിട്ടേക്കാം. ഏതായാലും നല്ലൊരു ചടങ്ങിനിടയിൽ ബുദ്ധിമുട്ടിപ്പിച്ചതിൽ ക്ഷമിക്കണം. വാടാ, അങ്ങോട്ട്. എന്താ ഇതൊക്കെ? പോലീസും അറസ്റ്റും ആകെ നാണക്കേടായല്ലോ. ഞങ്ങളുമായി അത്രയ്ക്ക് അടുപ്പമുള്ള ആൾക്കാരല്ല. എങ്കിൽ പിന്നെ എന്തിനാ ഇത്തരം ആൾക്കാരെയൊക്കെ കല്യാണത്തിന് ക്ഷണിക്കുന്നത്? അടുത്ത ബന്ധുക്കളെ പോലെ ഒഴിവാക്കി നടത്തിയ ചടങ്ങല്ലേ, പിന്നെന്തിനാ പോലീസിന്റെ നോട്ടപ്പുള്ളികളെയൊക്കെ വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിക്കാൻ? അവര് നിങ്ങൾ കരുതുന്നത് പോലെ. മനസ്സിലായി. സുഖു, നീ കേറ്. ഒന്ന് മാറിക്ക്. ഒരു പുലിവാലുകൾ. നീ കേറണ്ടോ മനുഷ്യ? പിന്നെ കേറാതെ പിന്നെ ഇറങ്ങാണ്. ഇതിന്റെ പേരില് എന്റെ കുട്ടിയെ മമ്മേ, എങ്ങനെ കിച്ചുനെ ശ്രീയും രക്ഷിക്കണം. കാരണം കൂടാതെയുള്ള അറസ്റ്റ് ചെയ്തു. ശിവന്റെ അമ്മ പെറ്റീഷൻ കൊടുത്തു എന്ന് പറഞ്ഞു കേട്ടില്ലേ? എന്നിട്ട് കാരണം കൂടാതെയുള്ള അറസ്റ്റാണ് പോലും. ഇതിന്റെ പേര് ഭർത്താവിന്റെ വീട്ടിൽ ചേച്ചിക്ക് എന്ത് സംഭവിക്കുന്നുള്ള വിചാരമില്ല. എങ്ങാണ്ട് കിടന്ന രണ്ടമ്മമാർക്ക് വേണ്ടി അവൾ ടെൻഷൻ അടിക്കുന്നേ. എങ്ങാണ്ട് കിടന്നവരോ? അച്ഛൻ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? അച്ഛൻ ഇപ്പൊ ഇങ്ങനെ സംസാരിക്കാൻ അസൗകര്യം. അതുകൊണ്ട് തന്നെ സത്യത്തിൽ ഈ കല്യാണത്തിന് അവർക്ക് വരേണ്ട കാര്യമുണ്ടോ? സുഖുവിന്റെ ബന്ധുക്കൾ ചോദിച്ചത് സത്യം തന്നെയാണ്. സുകുമാരൻ പെണ്ണു കാണാൻ വന്നപ്പോഴും നിനക്കൊപ്പം ഉണ്ടായിരുന്നല്ലോ അതിലൊരുത്തൻ. പതുക്കെ
മറ്റുള്ളവർക്ക് സംശയം ജനിപ്പിക്കാനായി അവളായിട്ട് ഓരോന്നുണ്ടാക്കുക, എന്നിട്ട് അവരെ രക്ഷിക്കണത്രേ. ചേച്ചിയെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ സഹായിച്ചിട്ടുണ്ട്, അറിയാം. എന്നാൽ അതിലും വലിയ സഹായം ചെയ്തവനാ ഇപ്പൊ കല്യാണിയെ കൈപിടിച്ചു കൊണ്ടുപോയത്. അവന്റെ ഉള്ളിൽ എന്റെ കുട്ടിയെക്കുറിച്ചൊന്നും തോന്നരുതേ ഈശ്വര. അത് മാത്രം എന്റെ പ്രാർത്ഥന ഇപ്പോ, അല്ലാതെ വല്ലവന്റെ അറസ്റ്റ് അല്ല. അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, സഹായിച്ചവരെ കൈയൊഴിയാൻ എനിക്ക് വയ്യ. മോന്റെ മാമേ, എനിക്ക് ഉന്നതങ്ങളിൽ പിടിയുണ്ട്, അത് ശരിയാ. എന്ന് കരുതി എത്ര പ്രാവശ്യം ഒരാളുടെ സഹായം തേടും? മോക്കറിയാലോ, സ്വന്തം കാര്യത്തിലൂടെ അന്യന്റെ ചെരുപ്പ് വെക്കുന്ന സ്വഭാവം എനിക്കില്ല. ഇവള് പറയുന്ന കേട്ട് മൂന്നേട്ടൻ ഇനി ആരുടെയും കാല് പിടിക്കാൻ പോകണ്ട. വയസ്സുകാലത്തിന് ഞങ്ങളെ ഇട്ട് പരീക്ഷിക്കുക. ഇല്ല, ഞാൻ ആരെയും പരീക്ഷിക്കുന്നില്ല. പരീക്ഷണങ്ങളൊക്കെ ഞാൻ സ്വയം ഏറ്റെടുക്കുക. ആരോട് നന്ദി കേട് കാട്ടാൻ ഞാൻ പഠിച്ചിട്ടില്ല. എന്നെ ധിക്കരിക്കാൻ മാത്രം നീ വളർന്നു അല്ലേ? ഇതിന് നീ അനുഭവിക്കൂ. ഹോസ്പിറ്റൽ ജീവനക്കാരുടെ കണ്ണു വെട്ടിച്ച് ശിവനെ കടത്തിയിട്ട് കിടന്ന് ഉരുളുന്നോടാ. അവൻ ജീവനോടെ ഉണ്ട്, ചത്തുപോയോ? പറയടാ. സത്യോട് ഞങ്ങൾക്കൊന്നും അറിയില്ല സാർ. നിനക്കറിയില്ലായിരിക്കും, പക്ഷേ ഇവന് നന്നായിട്ടറിയാം. അടവും വേലയും പഠിച്ച് നടക്കുന്നവനാ. പെട്ടെന്നൊന്നും പറയിക്കാൻ പറ്റില്ല. സാവകാശം പറഞ്ഞാ മതി. എങ്കിലേ നെഞ്ച് ശരിക്കൊന്ന് വാടൂ. പറയടാ മോനെ, പറയാൻ. സാർ, അവൻ ഞങ്ങളുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു നിങ്ങൾ പറഞ്ഞല്ലോ. എന്നിട്ട് ഇപ്പൊ അവനോടെ പോയ സ്ഥലം ഗണിച്ച് പറയടാ. ഞങ്ങൾ പോയി അവനെ പൊക്കിക്കോളാം. ഇനി ദയൊന്നുമില്ലടാ. ശിവനെ കൊന്ന് ഏത് കാണാക്കയത്തിലാടാ മുക്കിയത്? സാർ, എന്നെ എത്ര തല്ലിയാലും അറിയാത്ത കാര്യങ്ങൾ പറയാൻ എന്നെ കൊണ്ടാവില്ല. ആവോന്ന് ഞാനൊന്ന് നോക്കട്ടടാ. മതിയെന്ന് പറയാൻ നീ ആരടാ? പോലീസിനോട് ഓർഡർ ഇടുന്നോടാ. വലതുകാലി വെച്ച് കയറും മോളെ. അങ്ങോട്ട് വെച്ചു. മോളിരിക്കെ. സുമിത്രേ, പാലും പഴം എടുത്തു വെച്ചോ? ദാ കൊണ്ടുവരുന്നമ്മേ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ പോയി എടുത്തിട്ട് വരാം. ഞാൻ ഇപ്പൊ വരാട്ടോ ചേച്ചി. ഇനി ഇതിങ്ങനെ കഴുത്തിലിടണമെന്നില്ല, ഊരിക്കോളൂ. കല്യാണപ്പെണ് നിലവിളക്കായി പടി കയറുന്നതിന് മുമ്പ് നീ എന്താ ചന്ദ്രഹാസത്തിലേക്ക് പോകുന്നത്? ആ ചേച്ചിക്ക് എന്ത് തോന്നി കാണും? ഒന്നും തോന്നത്തില്ല. അതിലും വലിയ സംഭവങ്ങൾ രജിസ്റ്റർ ഓഫീസിന് മുമ്പിൽ വെച്ച് അരങ്ങേറിയത്. അവരുടെ കൂടെ കല്യാണത്തിന് വന്ന 2 ചെറുപ്പക്കാരെ കൃത്യസമയത്തിന് വന്ന് പോലീസുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അതുറപ്പാ. ഏതായാലും നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഒന്ന് പതുക്കെ. അവിടെ ഉണ്ടായ സംഭവങ്ങളുടെ ചർച്ചയൊക്കെ അങ്ങ് അടുക്കള അങ്ങ് പോയി പറഞ്ഞാ പോരെ? പോയെ. ഞാന് ഇതാ വരുന്നു. നടന്നത് അത്ര പന്തിയല്ലെന്നറിയാം. എങ്കിലും അതിന്റെ പേരിൽ ആ കുട്ടിയോടൊരു കശപശ വേണ്ട. അല്ല എന്ന് പറഞ്ഞാലേ, കൃത്യസമയത്ത് തന്നെ എത്തി അല്ലേ?
അവന്മാരെ പൊക്കിയിട്ടുണ്ട്. 4 പൂശു പൂശുമ്പോ മോൻ എവിടെയും താനെ പറയും. എന്താ? അത് എനിക്ക് പരാതിയൊന്നുമില്ല സാർ. പരാതി എഴുതി തന്നിട്ട് ഇപ്പൊ പരാതി ഇല്ലെന്നോ? എന്താ പോലീസിനായിട്ട് വട്ടകളിപ്പിക്കാണോ? അതല്ല സാർ, ശിവനെ കണ്ടുകിട്ടി. പിന്നെ ആ പയ്യന്മാരെ തല്ലിയോണ്ട് എന്ത് പ്രയോജനം? നിങ്ങൾ പറഞ്ഞ സത്യമാണോ? സത്യമാണ് സാർ, ശിവൻ വീട്ടിലുണ്ട്. നിങ്ങൾ പറയുന്ന എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. സാറിനെ വിശ്വസിപ്പിക്കാനല്ല സാർ ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നത്. പരാതിക്കാർ പരാതി പിൻവലിച്ച സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് ആ ചെറുപ്പക്കാരെ റിലീസ് ചെയ്യുക. ഇതാ പെറ്റീഷൻ പിൻവലിച്ചുകൊണ്ടുള്ള ആപ്ലിക്കേഷൻ. വെറുതെ മനുഷ്യനെ കളിയാക്കാൻ നോക്കിയാ അല്ലേ? അത് കിടന്നും പറഞ്ഞേക്കാം. ചുമ്മാ സ്ത്രീകളെ ഭീഷണിപ്പെടുത്തണ്ട സാർ. പരാതിക്കാരുടെ നേർക്ക് കയർക്കാൻ നിങ്ങൾക്ക് ഒരു അവകാശമില്ല. ഇപ്പൊ സാറിന്റെ ഡ്യൂട്ടി ചെയ്യണം. സർ, ആമാരിങ് ഇറക്കി കൊണ്ടുവാ. ശരി സർ. വെറുതെ മനുഷ്യന്റെ സമയം കളയാൻ ഓരോന്ന് എത്തിക്കോളും. രണ്ടെണ്ണം പൊക്കോ. അപ്പൊ ഞാൻ പോയിക്കോട്ടെ. ആ ശരി. ദേവേനി ഇവിടെ? മോളാ ഞങ്ങളെയും കൂട്ടി വന്നത്. രജിസ്റ്റർ ഓഫീസിൽ നിന്ന് ഉടനെ മടങ്ങിയോ? കല്യാണം കഴിഞ്ഞില്ലേ, പിന്നെ ഇവിടെ നിന്നിട്ട് എന്താ കാര്യം? അച്ഛനോടും മൂന്തമാമയോടും പറഞ്ഞു നിങ്ങളെ രക്ഷിക്കാൻ. അപ്പോഴത്തെ സാഹചര്യത്തില് അവർക്കതിന് സമയം ഉണ്ടായിരുന്നില്ല. നേരം വൈകുന്തോറും അപകടമാണെന്ന് എനിക്ക് തോന്നി. പിന്നെ ഒട്ടും താമസിച്ചില്ല. നേരെ ശിവന്റെ അമ്മയെ പോയി കണ്ടു. കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തിയതിനു ശേഷം അഡ്വക്കേറ്റിനെയും കൂട്ടി പോരുകയും ചെയ്തു. ഒരുപാട് നന്ദിയുണ്ട് ദേവാനി. ഇപ്പൊ ഇറക്കാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ പോലീസുകാർ ഞങ്ങളെ... എന്തായാലും ഞങ്ങളറിയാതെ അമ്മ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത് മോശമായി. അയ്യോ, അതിലവരെ കുറ്റപ്പെടുത്തണ്ട. ശിവൻ മരിച്ചുപോയെന്ന് ആരൊക്കെ ഇവരോട് പറഞ്ഞത്രേ. പിന്നെ ഇവർക്ക് കംപ്ലൈന്റ് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അമ്മയെ ബ്രെയിൻ വാഷ് ചെയ്ത് കൊണ്ടുവരാൻ നന്നേ പാടുപെട്ടു. ചേച്ചിയുടെ കല്യാണത്തിനിടയിലും ഇങ്ങനൊരു സഹായം... നാട്ടുകാരെ മുഴുവൻ സഹായിക്കുന്നവരല്ലേ, അപ്പോ നിങ്ങളെ ഇങ്ങനെയൊക്കെയല്ലേ സഹായിക്കാൻ പറ്റൂ. ഇനി എന്റെ മകൻ ജീവിച്ചിരിപ്പുണ്ടോ അതോ ആർക്കറിയാം? അപകടമൊന്നും സംഭവിച്ചിട്ടുണ്ടായിരിക്കില്ല. ഉണ്ടായിരുന്നെങ്കിൽ അലക്സാണ്ടർ ഗുണ്ടകൾ അമ്മയെ തേടി വരുമായിരുന്നു. എവിടെയാണെങ്കിലും ജീവിച്ചിരിക്കുന്നു എന്ന് കേട്ടാ മതിയായിരുന്നു. ശരീരം അസകലം മുറിവായിട്ടാ പോയത്. വാ മോളെ. മംഗളകരമായ ഒരു കർമ്മം കഴിഞ്ഞു. തെറ്റിദ്ധാരണ ആവശ്യത്തിലേറെ ഉണ്ടായിട്ടും ആ പാവം പയ്യൻ മകളെയും കൂട്ടിപ്പോയി. എന്നിട്ടും സന്തോഷിക്കാൻ കഴിയുന്നില്ല. അല്ല, എങ്ങനെ സന്തോഷിക്കും? അത്തരത്തിലല്ലേ ഓരോന്നിന്റെ പ്രവൃത്തി. അവൾ അടുത്ത പൊല്ലാപ്പൊപ്പിക്കാൻ പോയിരിക്കുക. കരണക്കുറ്റി നോക്കി ഒന്ന് കൊടുത്തിട്ട് പിടിച്ചു വലിച്ചു കൊണ്ടുവരാൻ മേലായിരുന്നോ? എന്തിനാ അവളെ തന്നിഷ്ടത്തിന് വിട്ടത്? ഒരുപാട് വളർന്നു പോയില്ലേ? നല്ല ഭാഷാവശമുണ്ട്. ചിലപ്പോ അതിന്റെ ബലത്തിൽ അച്ഛനോട് എതിരിടാൻ വന്നാലോ? പോട്ടെ, പോയി എന്താന്ന് വെച്ചാ ചെയ്തിട്ട് വരട്ടെ. എന്നാലും കല്യാണ സമയത്ത് തന്നെ ഇങ്ങനെ ഒരു അത്യാഹിതം. സമയം നോക്കി ചില കാലന്മാരിയ്ക്കുമ്പോ നമ്മളാണത് ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടത്. ഇനിയിപ്പോ പറഞ്ഞിട്ടെന്താ കാര്യം? അവന്മാരെ അവള് പോയി ക്ഷണിച്ചോണ്ട് വന്നില്ലേ? വരുന്നുണ്ട്. നിക്കടി അവിടെ.
എന്തായി? അവന്മാരെ പോലീസ് സ്റ്റേഷനിൽ ഇറക്കിയോ? ഇറക്കി. ഓ ഭാഗ്യം. ഞാൻ കരുതി നിന്നെ കൂടെ അതിനകത്ത് തള്ളുന്നു. നീ എന്ത് ഭാവിച്ചുള്ള പുറപ്പാടാ ദേവയാനി? അവന്മാരൊക്കെ നിന്റെ ആരാ? ആരാണെന്ന് അമ്മയ്ക്ക് അറിയില്ലേ? അമ്മയ്ക്കും അറിയില്ല, അച്ഛനും അറിയില്ല. ഒക്കെ അറിയാവുന്ന നിനക്ക് മാത്ര. 10-20 വയസ്സായ ഒരു പെണ്ണാണ് നീ എന്നുള്ളത് ഓർക്കണം. കുടുംബത്തിൽ പറഞ്ഞ പെൺപിള്ളേർ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കാറില്ല. അച്ഛന് നിഴലായി നടന്ന കുട്ടികളല്ലേ അമ്മ ഞങ്ങള്. എന്നിട്ട് ഞങ്ങളുടെ ഭാവി എന്തായി? തെണ്ടി തിരിയുന്നവരെക്കാൾ നികൃഷ്ടരായില്ലേ ഞങ്ങള്? കൂടുതൽ ന്യായീകരണമൊന്നും വേണ്ട. എന്റെ കല്യാണി ആത്മഹത്യക്ക് ശ്രമിച്ചത് നീ കാരണം. അന്ന് ഞാനത് ക്ഷമിച്ചു. പക്ഷെ ഇപ്പതേ അവന്മാര് കാരണം എന്റെ കുട്ടിക്ക് ഭർത്തൃഗ്രഹത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നിന്നെ വച്ചേക്കില്ല ഞാൻ. ജീവിതകാലം മുഴുവൻ കണ്ണീര് മാത്രം തിരിച്ചു നിൽക്കുന്ന ഒരു മോളെ ഞങ്ങൾക്ക് വേണ്ട. ഈ നശിച്ച നാട് വിട്ട് മറ്റെവിടേക്കെങ്കിലും പോയെങ്കിൽ മതിയായിരുന്നു. സ്വസ്ഥത കിട്ടിയേനെ. അവള് നിൽക്കുന്ന നിൽപ്പ് കണ്ടില്ലേ? കേറി പോരി അസത്തെ. സുമിത്ര സുരഭിയും കൂടി ചെവിയടിക്കുന്ന ഞാൻ കണ്ടു. അതാ ഞാൻ ഇങ്ങോട്ട് വരാത്തെ. ദേ, രണ്ടാളും എന്റെ അനിയത്തിമാരാന്നുള്ളത് ശരി തന്നെയാ. എങ്കിലും പറയാനുള്ളത് പറയണല്ലോ. കൂടുതൽ അടുപ്പിക്കാതിരിക്കുന്ന ബുദ്ധി. ഏയ്, അവര് പാവങ്ങളാ. പാവങ്ങളോ? ആ, എന്നങ്ങ് ധരിച്ചു വച്ചിരുന്നോ. അനുഭവം വരുമ്പോ പഠിച്ചോളൂ. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഒരമ്മയുടെ മക്കളായിട്ടും എന്റെ സ്വഭാവം എന്താ അവളുമാർക്ക് കിട്ടാത്തേന്ന്. ആരെയും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നോവിക്കുന്ന സ്വഭാവം എനിക്കില്ലേ? നല്ല മാല, നല്ല ഫാഷൻ. പുതിയ ഫാഷനല്ല, ഒരുപാട് പഴക്കമുള്ളതാ. ആണോ? എന്റെ മുത്തശ്ശിയുടെയാ. ആരുടെ ആണെങ്കിലും കാണാൻ നല്ല രസമുണ്ടേ. എനിക്ക് ഈ ആഭരണങ്ങളോടൊന്നും വലിയ കമ്പയില്ല. പിന്നെ നിർബന്ധം സഹിക്ക വയ്യാതെ ഞാനങ്ങ് ഇടുന്നതാ. ഭദ്രേട്ടന്റെ ഭർത്താവ് നിർബന്ധിച്ചാ പിന്നെ നമുക്കിടാതിരിക്കാൻ പറ്റുമോ? എന്താ എന്നെ കുറിച്ചൊരു ചർച്ച? അയ്യോ അല്ല, ഭദ്രേട്ടനെ ഞാൻ ആഭരണങ്ങൾ ഇടുന്നത് വലിയ ഇഷ്ടമാണെന്ന് പറയായിരുന്നു. ആര് പറഞ്ഞു എനിക്ക് ഇഷ്ടമാണെന്ന്? ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും എല്ലാം കൂടെ കഴുത്തിന് താങ്ങാൻ പറ്റാത്ത ഇത് ഇട്ടോണ്ട് കിടക്കുന്ന എവള് എവളുടെ തള്ള അനിയത്തിമാരുവാ. തമാശ പറയാൻ കണ്ടൊരു നേരെ. തമാശയല്ല, സീരിയസാ. ദേ ഇവള് പറയുന്നിട്ട് നടക്കല്ലേ, ജീവിതം പാഴായി പോവുക. ഇതാ മോളെ പാല്. സുഖയുടെ കാത്തിരിക്കുക. കൊണ്ടുപോയി പാല് കൊടുക്ക്. അതെ, നാണത്തിന്റെ ആവശ്യമൊന്നുമില്ല. ആദ്യ രാത്രിയിൽ അമ്മായിമ്മ കൊണ്ടുവന്ന പാല് തട്ടിപ്പറിച്ചോണ്ടുവന്ന് എനിക്ക് തന്നവളാണ് എന്റെ ഭാര്യ. ദുശീലമില്ലാത്ത സുശീല. മോള് വാ. നല്ല അടക്കം ഒതുക്കം ഉണ്ടെന്ന് തോന്നുന്നു. അന്യ സ്ത്രീകളെ പുഴുത്താൻ 100 നാവാ. എല്ലാത്തിനും ഞാൻ വച്ചിട്ടുണ്ട്. പുതിയ പെണ്ണിന്റെ മുമ്പിൽ വെച്ച് എന്നെ നാണം കെടുത്തിയില്ലേ? എടി, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും അക്ഷരത്തിട്ടുണ്ടോ? നീയല്ലേ വെറുതെ മിണ്ടരുത്. ഇളിച്ചോണ്ടിരിക്കുക പിണ്ണാക്കു മോറൻ. അത് നിന്റെ ഏയ് ഒന്നുമില്ല, ധൈര്യമായിട്ട് പോവാൻ പറഞ്ഞല്ലേ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട്. എന്റെ അമ്മേ. ഫസ്റ്റ് നൈറ്റിൽ ഭാര്യ ഭർത്താവിന് പാലുമായി വരുന്നു. ഭർത്താവ് കുടിച്ച ശേഷം ബാക്കി ഭാര്യയ്ക്ക് നൽകുന്നു. ഈ സ്ഥിരം ശൈലികളോടൊന്നും എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാ പാലിന് പകരം ഇവനെ സേവിക്കാന്ന് കരുതുന്നു. സംശയിക്കണ്ട, മദ്യം തന്നെയാ.